അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്മൈൽ ഡിസൈനിങ് എന്താണ്, എല്ലാ പല്ലുകൾക്കും സ്മൈൽ ഡിസൈനിങ് സാധ്യമാകുമോ, ഇതിലെ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്മൈൽ ഡിസൈനിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഏറ്റവും പുതിയ ഒരു കോൺസെപ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്മൈൽ ഡോണർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട്. വളരെ രസകരമായിട്ടൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ബ്ലഡ് ഡോണർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ബ്ലഡ് ഡോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് രക്തദാതാവ്, അതുപോലെ നമുക്ക് ചിരിയുടെ ദാതാവാകാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ എൻ്റെ കസിൻ്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചിരി എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് അതുപോലത്തെ ഒരു ചിരി ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് നാൾ വരെ അതുപോലെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാവുന്നേ പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സ്മൈൽ ഡോണർ അല്ലെങ്കിൽ ഈ ചിരിയുടെ ദാതാവാകുക എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളിൻ്റെ ആ ഒരു സ്മൈൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളും കൂടി അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ചിരി നമുക്ക് വളരെ ആകർഷകമായിട്ട് തോന്നുന്നു, അതുപോലെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പല്ലുകൾ എനിക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്തിനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ചില ഡിജിറ്റൽ ഇംപ്രഷൻസ് എടുത്തുകൊണ്ട്, അപ്പോൾ സുഹൃത്തിൻ്റെ ചിരി കൃത്യമായിട്ട് നമുക്ക് സ്കാനിങ് ചെയ്തുകൊണ്ട് ആ സുഹൃത്തിൻ്റെ പല്ലുകൾക്ക് തുല്യമായിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് ആദ്യം ഉണ്ടാക്കുക. ആ ടെംപ്ലേറ്റ് നമ്മുടെ മുഖത്തിന് മാച്ച് ആവുന്നതാണോ അല്ലെങ്കിൽ മുഖത്തിന് ചേരുന്നതാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് ചേരുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ചിരിയിലോട്ട് പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല രീതിയിലുള്ള മുഖത്തിൻ്റെ ഷേപ്പുള്ള ആൾക്കാരുണ്ടാവും. ചിലരുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഫേസ് ആയിരിക്കും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും, ചിലർക്ക് വൃത്തത്തിലുള്ള റൗണ്ട് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട പല്ലുകളുടെ ഷേപ്പിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മൈൽ ഡോണറിൻ്റെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ സുഹൃത്തിൻ്റെ ഒരു ചിരി നമ്മുടെ മുഖത്തിന് തീർച്ചയായിട്ടും മാച്ച് ആവുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിരി അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരുടെയാണോ ചിരി നിങ്ങൾക്ക് വേണ്ടത് ആ ആളിൻ്റെ ചിരി നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ആ ചിരിക്കനുസരിച്ചുള്ള ഒരു ടെംപ്ലേറ്റാണ് ആദ്യം വരുന്നത്. നമ്മളിപ്പോൾ ചില വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കത് വണ്ടി ഓടിച്ച് നോക്കേണ്ടതുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് എന്നാണ് പറയുന്നത്. അതേ ഒരു പേര് തന്നെയാണ് നമ്മൾ ഇതിനും ഉപയോഗിക്കുന്നത്. സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ് നടത്താം. അതായത് നിങ്ങളുടെ മുഖത്ത് ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ആകർഷകമായിട്ട് തോന്നുന്നുണ്ട്, അതിലെന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മൾ ഇക്കിഗായ് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരുപാട് ഇപ്പോൾ ചൈനീസ് ഈ ഫിലോസഫി വരുന്നത്, ജാപ്പനീസ് ഫിലോസഫി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വബി സബി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയാറുണ്ട്. എപ്പോഴും ഭംഗി അല്ലെങ്കിൽ നേച്ചറിൻ്റെ അകത്ത് എപ്പോഴും ഒരു പെർഫെക്ഷനേക്കാളും ഇംപെർഫെക്ഷൻസിന് പലപ്പോഴും ഒരു ഭംഗി ഉണ്ടാകാറുണ്ട്. ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ചിരിയേക്കാളും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും ഒരു 99% അല്ലെങ്കിൽ 95% പെർഫെക്റ്റ് ആയിട്ട് ഒരു 5% ഒക്കെ ഒരു ഇംപെർഫെക്ഷൻ ഉള്ളതാണ് എപ്പോഴും നാച്ചുറൽ ലുക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചില കേസുകളിൽ നമ്മളിപ്പോൾ ഐഡിയലായിട്ട് പഠിച്ചു വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള അവിടെ ഒരു തരത്തിലുള്ള ഗ്യാപ്പ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഉള്ള രീതിയിലുള്ള ഐഡിയലായിട്ടുള്ള ചിരി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായിരുന്നു കുറേ നാൾ മുമ്പ് വരെ ഹോളിവുഡ് സ്മൈൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ സെലിബ്രിറ്റീസ് ചെയ്യുന്ന മേക്ക് ഓവർ നമുക്ക് വേണമെങ്കിൽ വരുത്താം. എല്ലാ പല്ലുകളും നിരയൊത്തതായിട്ടുള്ള പല്ലുകൾ വേണമെങ്കിൽ നമുക്ക് വരുത്താൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമുക്ക് അതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള എന്നാൽ അതിൽ മനോഹരമായിട്ടുള്ള ചിരി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പുതിയ കോൺസെപ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ സ്മൈൽ ഡോണർ പോലെയുള്ള കോൺസെപ്റ്റിനെ പറയുന്നത് ടെംപ്ലേറ്റ് ഡെൻറ്റിസ്ട്രി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് റെസ്റ്റോറേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നേച്ചറിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കാം. അതായത് മറ്റൊരാളിനുള്ളൊരു സ്മൈലാണ്. അപ്പോൾ അയാളുടെ സ്മൈൽ 100% ഐഡിയൽ എന്ന് പറയുന്ന വാക്കുമായിട്ട് ഒരു കൂറ് പുലർത്തണമെന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കണമെന്നില്ല. എന്നാൽ നമ്മൾ കാണുമ്പോൾ വളരെ എസ്തറ്റിക്കായിട്ട് തോന്നുന്ന ഒരു ചിരിയാണ് നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിരി നമ്മുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിലും ആ ചിരി അഡാപ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്മൈൽ ടെസ്റ്റ് ഡ്രൈവിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പ്രൊസീഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിന് റൂട്ട് കനാൽ ചികിത്സയിലൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണയായിട്ട് ക്യാപ്പൊക്കെ ചെയ്യുമ്പോൾ ഇൻറ്റൻഷണൽ RCT എന്ന് പറയും. ചില കേസുകളിൽ നമ്മൾ ഒരുപാട്
പല്ലിനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ പുളിപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ആ ഒരു പല്ലിനൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ക്രൗൺസിൻ്റെ പുറത്തുകൂടി റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പല്ല് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ലാമിനേറ്റുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ലാമിനേറ്റും ഉണ്ട്, വെനീറുകളുണ്ട്. വെനീർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരിൽ അഭംഗി പല്ലിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് വളരെ മഞ്ഞ പല്ലുകളായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പല്ലുകളിൽ ഒരുപാട് സ്റ്റെയിൻ ഈ കറയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അത് മറയ്ക്കാനായിട്ടൊക്കെ തന്നെ നമുക്ക് കൊടുക്കാവുന്ന തരത്തിലുള്ള റെസ്റ്റോറേഷൻസിനെയാണ് വെനീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരിൽ പെഗ് ലാറ്ററൽസ് എന്ന് പറയും. ചില ഇപ്പോൾ ലാറ്ററൽ ഇൻസൈസർ മുൻനിരയിലെ മേൽത്തടിയിലെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ചില പല്ലുകൾ വളരെ ചെറുതായിരിക്കും. അത് 100-ൽ 5 പേർക്ക് പെഗ് ലാറ്ററൽ എന്ന് പറയും. ചെറിയ പല്ലുകളായിരിക്കും, ജന്മന തന്നെ സൈസ് കുറഞ്ഞ പല്ലുകളായിരിക്കും. ചെറിയൊരു മാങ്ങയുടെയൊക്കെ ഷേപ്പിലൊക്കെ ഉള്ള പല്ലായിരിക്കും. ചിലപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഷേപ്പിലാവണമെന്നില്ല. അപ്പോൾ അതിനെ ഒന്ന് കവർ ചെയ്ത് നമുക്കത് മറ്റ് പല്ലുകളുടെ അതേ ഷേപ്പിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഈ പല്ലിൻ്റെ ഷേപ്പിനെ മാറ്റാനായിട്ട് കൊടുക്കുന്ന റെസ്റ്റോറേഷനെയാണ് നമ്മൾ അതിൻ്റെ ലാമിനേറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ലാമിനേറ്റുകളും കൊടുക്കാറുണ്ട്, വെനീറുകളും കൊടുക്കാറുണ്ട്. വെനീറിനേക്കാൾ കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള റെസ്റ്റോറേഷൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കോണ്ടാക്ട് ലെൻസിനെ പോലെ തന്നെ വളരെ സുതാര്യമായിട്ടുള്ള റെസ്റ്റോറേഷൻസിനെ നമ്മൾ ലൂമിനിയർ എന്നും പറയാറുണ്ട്. അപ്പോൾ വെനീറുണ്ട്, ലൂമിനിയർ ഉണ്ട്, ലാമിനേറ്റ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റെസ്റ്റോറേഷൻസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ടെംപ്ലേറ്റ് നമുക്ക് ആ ടെസ്റ്റ് ഡ്രൈവ്, സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള വെനീറോ അല്ലെങ്കിൽ ലാമിനേറ്റ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം അത് നമുക്ക് ഫൈനലി നമ്മുടെ പല്ലിലോട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇരിക്കുന്ന പല്ലുകളെ, അത് നിരയൊത്ത പല്ലുകൾ, നിരയില്ലാത്ത പല്ലുകൾ, ചെറിയ പല്ലുകൾ, വലിയ പല്ലുകൾ, അതോടൊപ്പം തന്നെ ഗ്യാപ്പുള്ള പല്ല്, ഞെരുങ്ങിയിരിക്കുന്ന പല്ലുകൾ, അപ്പോൾ ഏത് രീതിയിലുള്ള അതുപോലെ നിറ വ്യത്യാസങ്ങളുള്ളത്, അപ്പോൾ അതിൻ്റെ ഷേപ്പും സൈസും അറേഞ്ച്മെൻറ്റും കളറും ഒക്കെ തന്നെ മാറ്റുന്ന ഒരുപാട് ചികിത്സകൾ ഒറ്റ കുടക്കീഴിൽ പറയുന്ന ഒരു അംബ്രല ടേമാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. സ്മൈൽ ഡിസൈനിങ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ചികിത്സയല്ല, ഒരുപാട് ചികിത്സയുടെ നമ്മൾ പറഞ്ഞ കാച്ചിക്കുറുക്കിയ ഒരു ടേം, ഒരു അമാൽഗമേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചില കേസുകളിൽ ചിലപ്പോൾ ഈ സ്മൈൽ ഡോണർ പോലെയുള്ള സമ്പ്രദായങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. ചില കേസുകളിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെറിയ തോതിൽ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, ദന്ത ക്രമീകരണ ചികിത്സ അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ചിലതിലെന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അതിൻ്റെ കൂടെ ടൂത്ത് വൈറ്റനിങ്, പല്ലൊന്ന് വെളുപ്പിക്കേണ്ടി വന്നേക്കാം. ബാക്കി ഇപ്പോൾ 1-2 പല്ലിന് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ പല്ലുകളും നല്ലൊരു ഷെയ്ഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് ഒന്ന് വൈറ്റൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നമ്മുടെ പല്ല് ഉൾക്കൊള്ളുന്ന എല്ലും ഒക്കെ വളരെ നല്ല പ്രപ്പോർഷനിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് അവിടുത്തെ വളരെ മൃദുവായിട്ടുള്ള കലകൾ, ചുണ്ടോ അല്ലെങ്കിൽ മോണയൊക്കെ ആയിരിക്കും പ്രശ്നം. ചിലർക്ക് ചിരിക്കുമ്പോൾ ഒരുപാട് മോണ കാട്ടിച്ചിരിക്കുന്നു, ഗമ്മി സ്മൈൽ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചുണ്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിരിക്കുമ്പോൾ ഒരു ചെറിയായിട്ട് പല്ല് നോർമലി നമുക്ക് വായ അടച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ചെറുതായിട്ട് ഇൻകോമ്പിറ്റൻസി, ലിപ്പിൻ്റെ ആ ഒരു പ്രശ്നം കാരണം വാ തുറന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ, ചെറിയ ലിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലേഴ്സ് ഉണ്ട്, ഡെർമൽ ഫില്ലേഴ്സ് ഉണ്ട്, ബോട്ടോക്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആവണമെന്നില്ല. ചുണ്ടിൻ്റെ ഒരു നീളമൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റിവേഴ്സ് വെസ്റ്റിബുലോപ്ലാസ്റ്റി അല്ലെങ്കിൽ ലിപ് സ്വിച്ച് ടെക്നിക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് ലിപ്പിൻ്റെ തന്നെ ഡീ പൊസിഷനിങ് അല്ലെങ്കിൽ റീപൊസിഷനിങ് മെക്കാനിസം ഉണ്ട്. ചെറിയ ചുണ്ടുള്ള ആൾക്കാരുടെ ചുണ്ടിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചുണ്ടിൻ്റെ നീളം കൂട്ടാൻ സാധിക്കും. ചുണ്ടിൻ്റെ ഉള്ളിലുള്ള ലെയറിനെ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് സ്മൈൽ കർട്ടൻ എന്ന് പറയാം, ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടി നമുക്ക് ലിപ്പിൻ്റെ ലെങ്ത് കൂട്ടാനുള്ള സർജറീസ് ലഭ്യമായിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഗംസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഗംസ് ഇപ്പോൾ ഒരുപാട് മോണ കാണുന്നുണ്ടെങ്കിൽ മോണയെ നമുക്ക് റീപൊസിഷൻ ചെയ്യാൻ സാധിക്കും. അത് കൺവെൻഷനലായിട്ടുള്ള നമുക്ക് സർജിക്കൽ ബ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലേസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പെഷ്യലായിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ കട്ടിംഗ് ആയിട്ടുള്ള സെറാമിക് ബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോ സർജറി ഉപയോഗിച്ച്, അങ്ങനെ 4 രീതിയിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രയോ സർജറി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് മോണ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ ടെക്നോളജീസ്. മോണയിൽ ചിലർക്ക് ഒരുപാട് ഇരുണ്ട നിറം വരുന്നു. നമ്മുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ ഫെയറാണ്, പക്ഷേ മോണ വളരെ ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിഞ്ചേവൽ ഡീപിഗ്മെൻറ്റേഷൻ ചെയ്യാം. അതായത് ഗമ്മിനെ വീണ്ടും നമുക്ക് അതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള വളരെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു നിറത്തിലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതിന് ലേസർ യൂസ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ബറും ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ സോഫ്റ്റ് ടിഷ്യൂലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു വസ്തുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേച്ചറിലുള്ള എല്ലാ വസ്തുക്കളും
നമ്മൾ എസ്തെറ്റിക്കലി നല്ലതെന്ന് പറയുന്ന വസ്തുക്കളെല്ലാം തന്നെ ഗോൾഡൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ സുവർണ്ണ അനുപാതം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. പക്ഷേ അതൊരു ഈ പറഞ്ഞതൊരു കോൺഫ്ലിക്റ്റിംഗ് കോൺസെപ്റ്റുകളാണ്. ഇപ്പോൾ ഈ സ്മൈൽ ഡോണറിൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെർഫെക്ഷൻ വേണ്ട, എന്നാൽ നമുക്ക് മറ്റൊരു നല്ല മനോഹരമായിട്ടുള്ള ചിരി, ഒരു അല്പസ്വല്പമൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്ന ഒരു നാച്ചുറൽ ലുക്കുള്ള ചിരിയാണ് കുറച്ചുകൂടി നല്ലതെന്നുള്ളതാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ തന്നെ അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന പോലെ രോഗിയാണ് അല്ലെങ്കിൽ വേണ്ട ആളാണ് തീരുമാനിക്കേണ്ടത് അയാൾക്ക് ഏത് തരത്തിലുള്ള ചിരിയാണ് വേണ്ടത്. അയാൾക്കൊരു വളരെ ഐഡിയൽ ആയിട്ടുള്ള എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ചിരി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ സാധിക്കും. അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. എന്നാൽ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് വരുന്ന അല്പസ്വല്പം ഇംപെർഫെക്ഷൻസ് ഉള്ള എന്നാൽ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു കോപ്പി പേസ്റ്റ് ടൈപ്പ് റെസ്ട്രേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ടെംപ്ലേറ്റ് ഡെൻറ്റിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിരവധി ഓപ്ഷൻസാണ് സ്മൈൽ ഡിസൈനിങ് മേഖലയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്ന് നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും പല്ലിൻ്റെ നിറമോ അല്ലെങ്കിൽ പല്ലിൻ്റെ ആകൃതിയോ അതിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിരയോ ഒക്കെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ്. നമസ്കാരം.